ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇങ്ങനൊരു വചനമില്ലേ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുകയാണ്. ശരിക്കും ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവത്തിലൂടെ പ്രാവർത്തികമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 3 വർഷമാകുന്നു. അപ്പം വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരുങ്ങിയത് എനിക്കൊന്നൊരു 2 വർഷത്തോളം എൻ്റെ ഒരുക്കത്തിൻ്റെ സമയമായിരുന്നു. കാരണം ആലോചനകളൊക്കെ വീട്ടിലിങ്ങനെ ആലോചിച്ച് തുടങ്ങുകയും പ്രത്യേകിച്ച് കോവിഡ് സമയങ്ങളിലായിരുന്നേ. അപ്പം ഇങ്ങനെ ഭയങ്കര ആലോചനകൾ വരികയും അതിങ്ങനെ പല പല കാരണങ്ങളാൽ ഇങ്ങനെ മാറുകയും അപ്പം നമ്മളിങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയും അങ്ങനെ ഒത്തിരി അധികം ഒരു വെയിറ്റിംഗ് പീരീഡ്, അതായത് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് ടൈമായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഒത്തിരി പലപ്പോഴും ഞാൻ വിചാരിക്കുവാൻ ഇത് എന്തിനു വേണ്ടിയിട്ടായത് ഇങ്ങനൊരു ഫേസ് എനിക്ക് തരുന്നത്. കാരണം ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് പല ആളുകളിൽ നിന്നുള്ള പല റെസ്പോൺസസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒത്തിരി വിഷമമൊക്കെ വരികയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് അങ്ങനെ ഒരു 2 വർഷത്തിന് ശേഷം കർത്താവ് ഭയങ്കര അത്ഭുതകരമായിട്ട് എൻ്റെ വിവാഹം നടത്തി തന്നു. അപ്പോൾ അതിനുശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒത്തിരിയും നമ്മുടെ സഭയിലൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചേച്ചി എങ്ങനെയായിരുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റീസ് വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അഡ്വൈസൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, എനിക്ക് അവർക്കൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഒരുങ്ങണം, എങ്ങനെ ശരിയായിട്ടുള്ള ആളെ ദൈവം തന്നിരിക്കുന്ന ആളാണെന്ന് എങ്ങനെ മനസ്സിലാക്കണം, ഇതൊക്കെ എനിക്ക് കർത്താവ് ആ ഒരു എൻ്റെ വെയിറ്റിംഗ് പീരീഡിൽ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് ഞാൻ ആ എക്സ്പീരിയൻസിൽ കൂടെ പോയതുകൊണ്ടാണ്. അപ്പം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകെ ഒരു പദ്ധതിയുണ്ട്. അപ്പം അത് നന്മയ്ക്കായിട്ട് മാറി. ഇപ്പം 3 വർഷത്തിന് ശേഷം ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, പ്രത്യേകിച്ച് അവരുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ പല ക്വസ്റ്റ്യൻസിനും എനിക്ക് ഇങ്ങനെ അവർ ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും എൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം എനിക്കവരെ ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഒത്തിരി സഹായിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഒരു സമയത്ത് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു മേഖലയെ ദൈവം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പം അത് ഈ ഒരു വചനം എനിക്കതെപ്പോഴും സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാം ദൈവത്തിൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം പരിണമിപ്പിക്കും. പ്രൈസ് ഗോഡ്.